വിടരാതടർന്നൊരൻ പ്രണയമുട്ടേ വിതുമ്പിത്തളരാതെ യാത്രയാകൂ. വിടരാതടർന്നൊരൻ പ്രണയമുട്ടേ വിതുമ്പിത്തളരാതെ യാത്രയാകൂ. കനൽ പോലെ എരിയുമെന്നോർമകൾ നോവിൻ്റെ കഥകളിയാടുന്നൊരീ വേളയിൽ. കനൽ പോലെ എരിയുമെന്നോർമകൾ നോവിൻ്റെ കഥകളിയാടുന്നൊരീ വേളയിൽ. നിന്നീലെ മിഴികളിൽ മെല്ലെ തുളുമ്പുന്ന മന്ദസ്മിതത്തിലേക്കെലിയുവാനായി അനുരാഗസന്ധ്യകൾ പൂക്കില്ലൊരിക്കലും എന്നെന്നിലാരോ നിലവിളിക്കേ. നിന്നെ പിരിയുവാൻ വയ്യെനിക്കെങ്കിലും കരൾ നൊന്തു കേഴുന്നു കൂട്ടുകാരേ. ഈ കവിതയും നിറമുള്ള ഈ ചിത്രങ്ങളും നിലച്ചു പോകുമായിരുന്നു. സഹായി വാദിസലാമിന്റെ കരുണക്കൈകൾ ഇവൾക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ. ഇവൾ കോഴിക്കോട് നരിക്കുനിയിലെ രാജീവിന്റെ മകൾ ആരുഷി. തലാസീമിയ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ നൂറുകണക്കിന് കുട്ടികളിൽ ഒരുവളാണിവൾ. ദിനേന വൻ സാമ്പത്തിക ബാധ്യത വരുന്ന ഇവളുടെ ചികിത്സാ ചെലവുകൾ സഹായി വാദിസലാം ഏറ്റെടുക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏഷ്യയിലെ തന്നെ അറിയപ്പെട്ട സ്ഥാപനം. ദിനം തോറും 25,000-ഓളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയം. കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട്, കണ്ണൂർ എന്നീ കേരളത്തിലെ 5 ജില്ലകളിലെയും തമിഴ്നാട്ടിലെ നീലഗിരിയിലെയും സാധാരണക്കാർക്ക് ഉന്നത ചികിത്സയ്ക്ക് ആശ്രയമാകുന്ന ഏക ആശുപത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന നിരാശ്രയരും നിരാലംബരുമായ രോഗികൾക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങു നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സംരംഭമാണ് സഹായി വാദിസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചു. ഹിറാ ഗുഹയിൽ നിന്നും തന്റെ സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് പുതപ്പിട്ട് മൂടിക്കൊടുക്കാൻ പറഞ്ഞു. എന്തോ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായി എന്ന് ധരിച്ച ഖദീജ റളിയല്ലാഹു അൻഹ വിവരം ആരാഞ്ഞപ്പോൾ നുബുവത്ത് റിസാലത്ത് ലഭിച്ചു എന്ന വിവരമാണ് പറഞ്ഞത്. മുൻഗാമികൾക്ക് പലർക്കും ശത്രുതയും എതിർപ്പും ഉണ്ടായതുപോലെ എനിക്കും ഉണ്ടാകുമെന്നും അതിനാൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ജിജ്ഞാസയായിരുന്നു, അല്ലെങ്കിൽ വളരെ ഭയമായിരുന്നു നിമിത്തങ്ങൾക്ക് ഈ വിറക്കലും പുതപ്പിട്ടുമൂടലും ഉണ്ടാവാൻ കാരണം. ആ സമയത്ത് തന്റെ തരുണിമണിയായ സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, തങ്ങളെ അല്ലാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. കാരണം പ്രധാനമായ 4 ഗുണങ്ങളാണ് തങ്ങൾക്ക് ഉള്ളത്. അതിലൊന്നാമതായി ഇന്നക ലതഹ്മിലുൽ കല്ല, പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും വിഷമിക്കുന്നവരെയും സഹായിക്കുകയും അവരുടെ വിഷമങ്ങൾ തീർത്തുകൊടുക്കാൻ പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവിടത്തേക്ക് ഉള്ളത്. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട്
സത്യം മാത്രമാണ് അവിടുന്ന് പറയുന്നത്. കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുന്നവരാണ്, സത്യത്തിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്നവരാണ് എന്നിങ്ങനെ കാരണങ്ങൾ പറഞ്ഞതിൽ ആദ്യമായി നാം പറഞ്ഞ കാരണം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹായി എന്ന സംഘടന ഈ കാര്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെട്ടെന്ന് എത്തുന്ന രോഗികളെ പരിചരിക്കുകയും ഡോക്ടർമാരെ കാണിക്കുന്നതിനും അവർ സഹായിച്ചു കൊടുക്കുന്നു. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന 100 കണക്കിനോ അല്ലെങ്കിൽ 1000കണക്കിനോ രോഗികൾ അവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, വസ്ത്രം നൽകുന്നു, ഡോക്ടർമാരെ സമീപിച്ചുകൊണ്ട് അവർക്ക് ചികിത്സ ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നു. അങ്ങനെ പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും എല്ലാവിധത്തിലും ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളിലും സഹായിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന സഹായി വാദി സലാം. ഈ സഹായിയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. വിശുദ്ധ റമദാൻ വരുമ്പോൾ 100കണക്കായ ആളുകൾക്ക് നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനുമുള്ള ഭക്ഷണങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ആശുപത്രിയിൽ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക തുടങ്ങി എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ് സഹായി വാദി സലാം എന്നതിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ നേരിട്ടും മറ്റ് പലരെ കൊണ്ടും ചെയ്യിപ്പിച്ചും എല്ലാവിധത്തിലും സഹായം നൽകുന്ന ഈ സഹായിക്ക് എല്ലാവിധം ആശംസകളും അറിയിക്കുന്നു. എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കു കീഴിലാണ് സഹായി വാദി സലാം സ്ഥാപിതമായത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്നവരുടെ ചെറുതും വലുതുമായ രോഗങ്ങൾക്കാവശ്യമായ മരുന്നുകൾ പൂർണ്ണമായും നൽകാൻ ചിലപ്പോൾ മെഡിക്കൽ കോളേജിന് കഴിയാതെ വരുന്നു. ഇവിടെ രോഗികൾക്ക് പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. മരുന്നുവില നാൾക്കുനാൾ വർദ്ധിക്കുന്നു. ഉൽപാദന ചെലവിന്റെ 100%-ലധികം വില ഈടാക്കുന്ന മരുന്ന് കമ്പനികൾ ഏറെയുണ്ട്. പലപ്പോഴും രോഗികൾ വിപണിയിലെ മരുന്നുവില കേട്ട് നിസ്സഹായരാകുന്നു. ഇവിടെയാണ് സഹായി വാദി സലാം ഇടപെടുന്നത്. ഇത് മെഡിക്കൽ കോളേജിനടുത്ത സഹായിയുടെ മെഡിക്കൽ ഷോപ്പാണ്. തികച്ചും സൗജന്യമായി ഇവിടെ നിന്നും രോഗികൾക്ക് മരുന്ന് നൽകുന്നു. ഓരോ ദിവസവും അനേകം ആളുകൾ ഇവിടെയെത്തി വിലപിടിപ്പുള്ള മരുന്നുകൾ ഏറ്റുവാങ്ങുന്നു. ഇവിടെ സ്റ്റോക്കില്ലാത്ത മരുന്നുകൾ അർഹരായവർക്ക് മറ്റു ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് ലാബ് പരിശോധനകളും. പലപ്പോഴും രോഗികൾക്ക് പുറത്തെ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. തങ്ങളുടെ രോഗം എന്താണെന്ന് നിർണയിക്കാൻ 10,000 ചിലവ് വരുന്ന പരിശോധനകൾ വേണ്ടിവരുന്നു. ഇവിടെയും സഹായി കൈത്താങ്ങാവുന്നു. അർഹരായ രോഗികളെ കണ്ടെത്തി അവർക്കാവശ്യമായ ലാബ് ടെസ്റ്റുകൾ സഹായി ചെയ്തു കൊടുക്കുന്നു. നിത്യരോഗികളായി മെഡിക്കൽ കോളേജിലും വീടകങ്ങളിലും തളച്ചിടപ്പെട്ട ഒട്ടേറെ പേരുണ്ട്. പുറം ലോകത്തെ കാഴ്ചകൾ നിഷേധിക്കപ്പെട്ട അവർക്ക് സഹായി വാദി സലാം ആശ്വാസമേകുന്നു. വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, വാട്ടർ ബെഡ്, നെബുലൈസർ തുടങ്ങിയ ഉപകരണങ്ങൾ അവർക്കായി നൽകുന്നു. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ കഷ്ടപ്പെടുന്ന നിരവധി പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. ദീർഘകാലം ആശുപത്രി കിടക്കയിൽ തള്ളി നീക്കേണ്ടവരും അക്കൂട്ടത്തിലുണ്ട്. ഹോട്ടലുകളിൽ കുതിച്ചുയരുന്ന ഭക്ഷണവില ഭാരിച്ച ചികിത്സാ ചെലവുകൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ അവർക്കെല്ലാം ആശ്വാസമാവുകയാണ് സഹായി വാദി സലാമിന്റെ ഭക്ഷണ വിതരണം. സഹായി സൗജന്യമായി നൽകുന്ന ഈ ഭക്ഷണം സ്വീകരിക്കാൻ രോഗികളും പരിചാരകരുമായ വലിയ നിര ഇവിടെ ദിനവുമെത്തുന്നു.
സഹായി വാദി സലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ്. കേരളത്തിലെ 6 ജില്ലകളിലെ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സഹായി എന്ന സംഘടന അതിന്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുക കാരണം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന സഹായത്തിന്റെ പുറമെ ധാരാളം ആവശ്യങ്ങളുണ്ട്. മരുന്നിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഭക്ഷണം വാങ്ങാൻ വകയില്ലാതെ വിഷമിക്കുന്നവർ, ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാത്തവർ, ഇങ്ങനെ ധാരാളം ആളുകളുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് സഹായി പ്രവർത്തിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ സഹായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോ രാവിലെ കഞ്ഞി കൊടുക്കും, വൈകിട്ട് ചോറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയറി വരുന്ന എല്ലാവർക്കും മരുന്ന് ഫ്രീ ആയിട്ട്, അതിൽ 1000, 5000, 10000 ഒക്കെ ഉണ്ട്. തലാസീമിയ എന്ന രോഗം ബാധിച്ച 60-ലേറെ വരുന്ന കുട്ടികൾ മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റാണ്. പക്ഷെ അവർക്ക് ഓരോ മാസത്തിൽ 3000 മുതൽ 8000 രൂപ വരെയുള്ള മരുന്നിന്റെ ആവശ്യമുണ്ട്. അത് സഹായി ഏറ്റെടുക്കുകയും അതിന്റെ സമയമാകുമ്പോൾ ഓരോ മാസവും ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ അവിടെ ഈ പാവപ്പെട്ട രോഗികൾ, കഷ്ടപ്പെടുന്നവർ, ദൈനംദിനം കൂലിവേല ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മളൊരു താങ്ങായി നിന്നില്ലെങ്കിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ അത്യാഹിതങ്ങളിൽപ്പെട്ട് വരുന്നവരെ സഹായിക്കാൻ 100-300ഓളം വരുന്ന വളണ്ടിയേഴ്സ് സഹായിക്ക് സജ്ജമാണ്. അവരവരുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഉള്ള ഒരു സേവനമാണ്. അല്ലാതെ ആർക്കും പ്രതിഫലമില്ല. അത് വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിൽ നടുറോട്ടിൽ അരഞ്ഞു വന്നവരെ ശരീരം ഏറ്റുവാങ്ങാൻ, അവന്റെ കുടുംബത്തിന് വിവരറിയിക്കാൻ, അവന്റെ മുഖത്ത് മരിച്ചുപോയാൽ കഫംപടയിട്ട് എന്നിട്ട് അവനെ കുളിപ്പിക്കാനുള്ള സൗകര്യം സഹായിലുണ്ട്. ഈ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് ആംബുലൻസിൽ കയറ്റി അവരുടെ വീടുകളിൽ എത്തിക്കുകയാണ്. ചിലപ്പോ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോകും. ഒരു ചെറ്റ കുടിലായിരിക്കാം. ഒരു കാശും വാങ്ങാതെ ഡ്രൈവർക്കുള്ള ശമ്പളവും എണ്ണയുടെ കാശും നമ്മൾ വേറെ വകയിരുത്തി അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടുന്ന് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അപ്പം മരുന്ന്, ഭക്ഷണം, വളണ്ടിയർ സേവനം, ആംബുലൻസ് സേവനം, ടെസ്റ്റിനുള്ള സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, വീൽചെയർ, സ്ട്രെച്ചർ, വാക്കിംഗ് സ്റ്റിക്ക്, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ദൈനംദിനം മനുഷ്യന്റെ ജീവിതത്തെ ഇന്നിപ്പോൾ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളും അതിനുവേണ്ടിയുള്ള പ്രതിവിധികളും അതിന്റെ ചികിത്സാ രീതികളും അതിന് നമ്മളൊരു തുണയായി നിന്നു കൊടുത്തെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലേക്ക് കയറിയാൽ വളരെ പരിതാപകരമാണ്. 20 കൊല്ലമൊക്കെ അഡ്മിറ്റിലായി കിടക്കുന്ന രോഗികളുണ്ട്. അവർക്ക് തിരിച്ചു പോകാൻ നാടില്ല. നാടിനെ പറ്റി അവർക്ക് അറിവില്ല. അവർക്ക് ഭക്ഷണം ആവശ്യമാണ്. ഇനി ഡിസ്ചാർജ് ചെയ്താൽ തന്നെ നാട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇതുപോലെ നിരന്തരം ഈ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുന്ന രോഗികൾ, അവിടെ അഡ്മിറ്റ് ചെയ്ത രോഗികൾ, എല്ലാവർക്കും എന്ത് ചോദിച്ചാണോ സഹായിയുടെ ഓഫീസിൽ കയറി വരുന്നത്, ആരെയും നിരാശപ്പെടുത്തി നമ്മൾ പറഞ്ഞേക്കാറില്ല. മരുന്നും ഭക്ഷണവും അതുപോലെയുള്ള സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്ത് തന്നെ പറഞ്ഞേക്കാൻ. ഇനിയും ഒരുപാട് പരിമിതികളുണ്ട്. വിപുലമായ സൗകര്യങ്ങൾ, ഇവിടെ വരുന്ന രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണം. അതുപോലെ തന്നെ ലാബുകളിലുള്ള ചൂഷണത്തിനെതിരിൽ അവർക്ക് ലാബിന്റെ സൗകര്യം ഒരുക്കി അവരെ സഹായിക്കണം. ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കണം. ഈ പദ്ധതിയൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. നാം നനയ്ക്കാതെ നമ്മെ തേടിയെത്തുന്നതാണ് അത്യാഹിതങ്ങൾ. പെരുകുന്ന റോഡപകടങ്ങളും മറ്റനേകം ദുരന്തങ്ങളും നമ്മുടെ കൺമുമ്പിലുണ്ട്. കോടീശ്വരനും പാവപ്പെട്ടവനും എല്ലാവരുമുണ്ട് ഈ ദുരന്തഭൂമിയിൽ. ഒന്ന് നിലവിളിക്കാൻ പോലുമാകാതെ നിസ്സഹായതയിൽ കഴിയുന്ന ഈ അത്യാഹിതങ്ങളിൽ ഒരു കൈ സഹായത്തിനായി അവർ യാചിക്കുന്നു. ഇത്തരം രംഗങ്ങളിൽ നിന്ന് എങ്ങനെ വഴിമാറിപ്പോകാമെന്ന് ചിന്തിക്കുന്നവരാണ് പുതിയ സമൂഹം. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അമിത വേഗത്തിൽ വണ്ടിയോടിച്ചു പോകുന്നവർ. ഇവിടെയാണ് സഹായി വാദി സലാമിന്റെ വോളണ്ടിയർമാർ കരുണയുടെ കൈകളുമായി ഓടിയെത്തുന്നത്. ദുരന്തഭൂമികളിൽ നിന്നും ഇരകളെ ആശുപത്രിയിലെത്തിക്കുന്നു. അവർക്കു വേണ്ട പരിചരണങ്ങൾ നൽകുന്നു. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഓരോ നിമിഷവും എത്തുന്ന അനേകം ആളുകളുണ്ട്. അത്യാസന്ന നിലയിൽ അവരുടെ കൂടെ ചിലപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമുണ്ടാവില്ല. ആ സ്ഥാനങ്ങളാണ് സഹായി വോളണ്ടിയർമാർ ഏറ്റെടുക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന
രോഗികളെയും പരിചാരകരെയും ചൂഷണം ചെയ്യുന്ന സംഘങ്ങൾ ചുറ്റും വലവിരിച്ച് കാത്തിരിക്കുമ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ രോഗികൾക്ക് നൽകുന്നു സഹായി വോളണ്ടിയർമാർ. ആവശ്യമുള്ളവർക്ക് സന്നദ്ധ രക്തദാനം, ആശുപത്രി ശുചീകരണം തുടങ്ങിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലേർപ്പെടുന്ന 200-ലധികം വോളണ്ടിയർമാർ സഹായി വാദി സലാമിനുണ്ട്. അത്യാഹിതങ്ങളിൽപ്പെട്ട് അവശതയും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹായി വാദി സലാം 10 വർഷത്തോളമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1000-ലധികം സന്നദ്ധ ഭടന്മാരെ സംഘടിപ്പിച്ച് മെഡിക്കൽ കോളേജ് രക്തബാങ്കിലേക്ക് സൗജന്യ രക്തദാനം നടത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മിംസ് ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗം തലവൻ ഡോക്ടർ വേണുഗോപാൽ സാറുടെ നേതൃത്വത്തിൽ ഈ സന്നദ്ധ സേനയ്ക്കുള്ള പരിശീലന ക്ലാസുകൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ സൽപ്രവർത്തനങ്ങളും സമൂഹത്തിന്, മനുഷ്യന്മാർക്ക്, പാവപ്പെട്ടവർക്ക് ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ സഹായി എന്ന സന്നദ്ധ സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളിലെല്ലാം എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടായിരിക്കണം. അത്യാഹിതങ്ങളിലും രോഗങ്ങളിലും പെട്ട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നവരിൽ വിലാസമില്ലാത്തവരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആളില്ലാത്തവരുമുണ്ട്. അവരെ ഏറ്റെടുത്ത് സഹായി വാദി സലാം മയ്യത്ത് പരിപാലന ക്രിയകൾ നടത്തുന്നു. സൗജന്യ ആംബുലൻസ് സേവനത്തിലൂടെ ആവശ്യമുള്ളവർക്ക് മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുന്നു. സഹായിയുടെ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രവർത്തനമാണ് റമളാൻ മാസത്തിലെ ഇഫ്താർ. മെഡിക്കൽ കോളേജിലുള്ള ആയിരക്കണക്കിന് രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും ഈ മാസത്തിൽ ഇവിടെ ഇഫ്താർ നൽകുന്നു. സഹായി പ്രവർത്തകർ റമളാനിലെ എല്ലാ ദിവസവും ഇഫ്താർ ഒരുക്കുന്നതിനായി അധ്വാനിക്കുന്നു. രക്തജന്യ രോഗമായ തലാസീമിയ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി വരുന്ന അനേകം കുട്ടികളുണ്ട്. ഓരോ മാസവും വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. ജീവിതകാലം മുഴുവൻ തുടർ ചികിത്സ വേണ്ടി വരുന്ന ഒരു രോഗം എന്ന നിലയിൽ കുടുംബത്തിന് വളരെ സാമ്പത്തിക ബാധ്യത വരികയും ചികിത്സ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ പിന്നീടും പുതിയ പുതിയ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ചികിത്സ പൂർണ്ണമായി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുട്ടികൾ വരുന്നതും അതുവഴി കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നതും. ആ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സഹായി ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സമൂഹത്തിൽ പലതരം രോഗങ്ങളുണ്ട്. അപ്പൊ ചില പ്രത്യേകതരം രോഗങ്ങൾ ഇതേമാതിരി പാരമ്പര്യ രോഗങ്ങൾ എന്ന പേരിൽ ജീവിതകാലം മുഴുവൻ കുട്ടികൾ മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ അത് പലപ്പോഴും കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് അത്യാവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും അവരെ സമൂഹത്തിലെ സാധാരണ വ്യക്തികളെ പോലെ വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നമുക്കറിയാം ഈ സംഘടനയും ഈ സംഘടനയിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന കരന്തൂർ മർക്കസും വളരെയധികം പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ തന്നെ തലസീമിയുടെ കാര്യം മാത്രമല്ല, മറ്റ് രോഗികളുടെ കാര്യത്തിലായാലും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ, ഇപ്പം നേരത്തെ പറഞ്ഞു മാറി കാഷ്വാലിറ്റിയിലെ വളണ്ടറി സർവീസ് ആയാലും ആശുപത്രിയിൽ വരുന്ന ഫർണിച്ചറിന് കുറവ് നികത്താനായാലും അതുപോലെ രോഗികളുടെ കൂടെയുള്ളവർക്ക് ഉച്ചകഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും വേണ്ട ആവശ്യമുള്ളിടത്ത് ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ മെഡിക്കൽ കോളേജിന് വളരെയധികം
സഹായം കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് സഹായ് വാദിസലാം. അവരുടെ പ്രവർത്തനങ്ങൾ എന്നും നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഭാവിയിലും അവർക്ക് നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആശുപത്രിയിൽ രോഗം ആയി വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളും അവരെ കൂടെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ബന്ധുജനങ്ങളെയും സഹായിക്കാനും വേണ്ട വിധത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും എന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. ഇവർക്കാവശ്യമായ മുഴുവൻ ചികിത്സാ മരുന്നുകളും സഹായി വാദിസലാം നൽകി വരുന്നു. ഇവിടെ നമ്മൾ ഒരു കൊല്ലം മുമ്പ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. അവിടെ സഹായ് വാദിസലാമിന്റെ നമ്മളുടെ സുഹൃത്തുക്കൾ ഒരു പ്രഖ്യാപനം നടത്തി. എന്തെന്നാൽ ഞങ്ങൾ ഈ തലസീമിയ രോഗിയായ കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുക്കും. ഈ പ്രഖ്യാപനം അവർ നിറവേറ്റി കഴിയുന്നുണ്ട്. അവർ ഈ മാതൃക ഇതിലൂടെ അവർ ശരിക്കുള്ള ധർമ്മം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൂടാതെ ശരിക്കുള്ള ആധ്യാത്മികം എന്താണെന്ന് ഇതിൽ കൂടെ വരും. മാനവ സേവയാണ് ശരിക്കുള്ള ദൈവത്തിലേക്കുള്ള എത്താനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് സഹായ് വാദിസലാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സഹായി ചെയ്തുകൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് മാസാന്തം 5 ലക്ഷത്തോളം രൂപ ചെലവ് കണക്കാക്കുന്നു. വരും നാളുകളിൽ സഹായിയുടെ പ്രവർത്തന പദ്ധതികൾ വിപുലീകരിക്കുന്നതിനു വേണ്ടി വിപുലമായ സൗകര്യങ്ങളോട് കൂടിയുള്ള മർക്കസിന്റെ കെട്ടിട സമുച്ചയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ കെട്ടിടത്തിൽ സ്കാനിംഗ്, എക്സ്റേ, ലബോറട്ടറീസ്, അതുപോലെ ഡയാലിസിസ് സെന്ററുകൾ, ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സ്കാനിംഗ്, എക്സ്റേ സംവിധാനങ്ങൾക്ക് മൊത്തം 3 കോടി രൂപയാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി കണക്കാക്കിയിട്ടുള്ളത്. ആ ഡയാലിസിസ് യൂണിറ്റ് മർക്കസിന്റെ കീഴിൽ പൂനൂരിലുള്ള PHRC പൂനൂർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ആധുനിക സംവിധാനങ്ങളോടുകൂടി 10 ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തെ പ്രവർത്തനം. അതിന് 1 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ മെഡിക്കൽ കോളേജിൽ നിലവിലുള്ള സഹായോടനുബന്ധിച്ചുള്ള മർക്കസ് ബിൽഡിംഗിൽ ലബോറട്ടറീസ് സൗകര്യങ്ങൾ, പാത്തോളജി, മൈക്രോബയോളജി, അതുപോലെ ഹെമറ്റോളജി തുടങ്ങിയ ലാബുകൾ സ്ഥാപിക്കുവാൻ ഏകദേശം 75 ലക്ഷം രൂപ ചെലവ് കണക്കാക്കുന്നു. മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് അവരെ താമസിപ്പിക്കുവാൻ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. ആ രോഗികൾക്ക് ആവശ്യമായ താമസ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി ചുരുങ്ങിയത് 20 പേരെയെങ്കിലും താമസിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് ആദ്യത്തിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് 30 ലക്ഷം രൂപ ചെലവ് കണക്കാക്കുന്നു. അതുപോലെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സഹായി സൗജന്യമായി മാത്രമാണ് മരുന്ന് നൽകുന്നത്. സൗജന്യ നിരക്കിലല്ലാതെ വില കുറച്ച് മരുന്ന് നൽകുവാൻ സഹായി ഉദ്ദേശിക്കുന്നു. മരുന്ന് നൽകുന്നതിനു വേണ്ടി സഹായിയുടെ കീഴിൽ മറ്റൊരു മെഡിക്കൽ ഷോപ്പ് കൂടെ തുടങ്ങുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതിന് ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. അതുപോലെ ഇഫ്താർ, സാധാരണ ഭക്ഷണം കൊടുക്കുന്ന ഈ സൗകര്യങ്ങൾ അത് വിപുലീകരിക്കേണ്ടതുണ്ട്. ഇഫ്താറിന് ഏകദേശം 1000-ലധികം പേർ ഓരോ ദിവസവും റമദാൻ മാസത്തിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു. അതുപോലെ ദിനേന വരുന്ന രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഭക്ഷണ വിതരണം, ആ ഭക്ഷണ വിതരണത്തിൽ 200-ലധികം പേർ ഇവിടെ ഭക്ഷണം ദിനേന വാങ്ങി കഴിക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും ആവശ്യമായ കിച്ചൺ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഞങ്ങൾ 25 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇങ്ങനെ സഹായിയുടെ വരും നാളുകളിലുള്ള പ്രവർത്തന പദ്ധതികൾക്ക് ഏകദേശം
5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കണക്കാക്കി ഞങ്ങൾ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് എന്നെന്നും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഈ നാട്ടിലെയും വിദേശങ്ങളിലുമുള്ള എല്ലാവിധ സുഹൃത്തുക്കളോടും ഞങ്ങൾ എന്നെന്നും കടപ്പെട്ടവരാണ്. പാവപ്പെട്ട രോഗികൾക്ക് നമ്മൾ നൽകേണ്ട ഈ സൗകര്യങ്ങൾ ജനപങ്കാളിത്തത്തോടുകൂടിയും ചെയ്യേണ്ട ഒരു പ്രവർത്തനമായി കണക്കാക്കി നിങ്ങൾ എല്ലാവരും ഇതിനോട് സഹകരിക്കണം, സഹായിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സഹായിയുടെ ഈ യാത്രാ വഴിയിൽ തരളിതമായ അനേകം ജീവനുകളുണ്ട്. നിലച്ചുപോകുമായിരുന്ന പല ജീവിതങ്ങളുമാണ് സഹായിയുടെ കരങ്ങളാൽ തിരികെ വന്നത്. വീണുപോകുമായിരുന്ന നിരവധി മനുഷ്യരാണ് ഈ തണലിൽ നിവർന്നു നിന്നത്. മാഞ്ഞുപോകുമായിരുന്ന ഒട്ടേറെ കൊച്ചരുവി ചിരികളാണ് ഈ പൂന്തണലിൽ വീണ്ടും തളിർത്തുണർന്നത്. ഈ യജ്ഞത്തിൽ സഹായി വാദിസലാമിനെ പിന്തുണയ്ക്കുന്ന നിരവധി നല്ല മനസ്സുകളുണ്ട്. സമ്പത്തും അധ്വാനവും ഈ പുണ്യക്രിയകൾക്കായി മാറ്റിവെക്കുന്നവർ. സഹായിയുടെ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് പിന്തലമേകുന്ന മെഡിക്കൽ കോളേജിലെ നിസ്വാർത്ഥരായ ഡോക്ടർമാർ, പ്രാർത്ഥനയും ആശീർവാദങ്ങളുമായി സഹായിക്കൊപ്പം നിൽക്കുന്ന അനേകം മനുഷ്യർ. അവരുടെയൊക്കെ ആഗ്രഹങ്ങളാണ് സഹായി വാദിസലാമിലൂടെ പ്രകാശിതമാവുന്നത്. സഹായിക്ക് ഈ വഴിയിൽ ഇനിയുമേറെ ദൂരം പോകാനുണ്ട്. ചികിത്സാരംഗത്തും പരിശോധനാരംഗത്തും പാവങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും ആശ്രയമാകുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ, സ്കാനിംഗ് സെന്റർ, ലബോറട്ടറി, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, കൌൺസിലിംഗ് സെന്റർ തുടങ്ങിയ ബൃഹത് സംരംഭങ്ങൾക്ക് സഹായി വാദിസലാമിന് പദ്ധതിയുണ്ട്. നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹായവും പ്രാർത്ഥനയും സഹായി വാദിസലാം പ്രതീക്ഷിക്കുന്നു.